ബുധനാഴ്ച പുലർച്ചെ മഹാകുംഭമേളയിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 30 പേർ മരിച്ചതായി റിപ്പോർട്ട്. മൗനി അമാവാസി ദിനത്തിൽ പുലർച്ചെയാണ് പ്രയാഗ്രാജിൽ അപകടമുണ്ടായത്. കോടിക്കണക്കിന് തീർത്ഥാടകരാണ് പുണ്യസ്നാനത്തിനായി എത്തിയത്. ദുരന്തത്തിൽ 3 അംഗ അന്വേഷണ കമ്മീഷൻ അന്വേഷണം നടത്തും. പുലർച്ചെ 1 മണിക്കും 2 മണിക്കും ഇടയിലുണ്ടായ അപകടത്തിൽ 30ഓളം പേർ മരിക്കുകയും 60ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മഹാകുംഭമേള DIG വൈഭവ് കൃഷ്ണ അറിയിച്ചു. മരിച്ചവരിൽ 4 പേർ കർണാടക സ്വദേശികളാണ്. ബലഗാവിൽ നിന്നുള്ള അമ്മയും മകളും ഉൾപ്പെടുന്ന തീർത്ഥാടകരാണ് മരിച്ചത്. പുലർച്ചെ 3 മണിയോടെ പുണ്യമുഹൂർത്തം ആരംഭിച്ചപ്പോൾ ത്രിവേണി സംഗമത്തിലേക്ക് കുതിച്ചെത്തിയ തീർത്ഥാടകരുടെ തിരക്കാണ് അപകടത്തിന് കാരണമായത്. പല ഭക്തരും ത്രിവേണി സംഗമത്തിലെത്താനുള്ള തിടുക്കത്തിൽ പരസ്പരം തള്ളി വീഴ്ത്തുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. നിലത്ത് വീണവരെ ചവിട്ടി മുന്നോട്ടു പോകാൻ ശ്രമിച്ചതാണ് കൂടുതൽ അപകടമുണ്ടാക്കിയത്. പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രികളിലേക്ക് മാറ്റി. തിരക്ക് നിയന്ത്രണ വിധേയമാക്കിയ ശേഷം അമൃത് സ്നാനം പുനരാരംഭിച്ചു. തിരക്ക് വർദ്ധിച്ചതിനാൽ സംഗമഘട്ടിൽ സ്നാനം ഒഴിവാക്കണമെന്നും അടുത്തുള്ള ഘട്ടുകളിൽ സ്നാനം നടത്തണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചിരുന്നു. സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. കുംഭമേള അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണത്തിനാണ് ഉത്തരവിട്ടത്. ജസ്റ്റിസ് ഹർഷ് കുമാറിന്റെ അധ്യക്ഷതയിലുള്ള 3 അംഗ സംഘം സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. इसके लिए हम लोगों ने न्यायमूर्ति हर्ष कुमार के नेतृत्व में पूर्व DG श्री VK गुप्ता और रिटायर्ड IAS श्री DK सिंह इन 3 सदस्यीय जुडिशियल कमीशन को भी इसके लिए गठित किया जा रहा है. इन सभी अन्य कार्यों के साथ साथ हम लोगों ने वहां की पूरी घटना पर आज पूरे दिन भर एक घटना को लेकर के मुख्यमंत्री का जो कंट्रोल रूम था. ഭക്തരുടെ സൗകര്യാർത്ഥം മേള അഡ്മിനിസ്ട്രേഷൻ 1920 എന്ന ഹെൽപ്പ് ലൈൻ നമ്പർ ആരംഭിച്ചിട്ടുണ്ട്. ആരെയെങ്കിലും കാണാതായാൽ വിവരം ലഭിക്കാൻ ഈ ഹെൽപ്പ് ലൈൻ നമ്പർ ഉപയോഗപ്പെടുത്തണമെന്ന് അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് അമൃത TV.